ഇടതുപക്ഷത്തെ വിമർശിച്ചും UDFിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു. ഇത് മതേതര കേരളത്തിനെ മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണ് എന്നും സുപ്രഭാതത്തിൽ പറയുന്നുണ്ട്. ഇംതിയാസ് കരീം കൂടുതൽ വിവരങ്ങൾ നൽകും. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഒരു പരസ്യ വിവാദമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം സുപ്രഭാതത്തിൽ വരുന്ന ഈ ഒരു ലേഖനം അതും പ്രാധാന്യമുള്ളതാണ്. എന്തെല്ലാം പറയുന്നു? ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുപ്രഭാതത്തിൽ വന്ന സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന പരസ്യം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്, ഏറെ കോളിളക്കമുണ്ടാക്കിയതാണ്. ഇത് പി സരിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന പി സരിന് വേണ്ടിയിട്ട് സമസ്ത മുഖപത്രം പ്രചാരണം നടത്തുന്നു, UDFിനെതിരെ രംഗത്ത് വരുന്നു എന്ന രീതിയിലൊക്കെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു, വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇത് CPMന് വലിയ തിരിച്ചടി നേരിടുകയും UDF വലിയ രീതിയിൽ വിജയിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സുപ്രഭാതം പത്രത്തിൽ തന്നെ സുപ്രഭാതം പത്രത്തിൽ ഇപ്പോൾ ഒരു എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ആ എഡിറ്റോറിയലിൽ പറയുന്നത് ഇടതുപക്ഷത്തെ വിമർശിക്കുകയും UDFിനെ പുകഴ്ത്തിക്കൊണ്ടുള്ളതുമാണ്. ആ എഡിറ്റോറിയൽ സാമുദായിക വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിലടക്കമുള്ള പ്രചാരണങ്ങൾ ഒരു പക്ഷേ വേണ്ടി വന്നു. ഇത് മതേതര കേരളത്തിന് വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചു. പ്രിയങ്കയ്ക്കുണ്ടായ ഭൂരിപക്ഷം അത് മുന്നോട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം സഹായകരമായതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ലീഗും സമസ്തയും തമ്മിലുള്ള ഒരു ഭിന്നത വലിയ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു പി സരിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമെല്ലാം ഈ സുപ്രഭാതത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അത് വലിയ രീതിയിൽ ഒരു പക്ഷേ സമസ്തയ്ക്ക് തിരിച്ചടിയാകുമെന്നൊരു സാഹചര്യം, അതായത് വിവാദങ്ങൾ ആളിക്കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ വിവാദത്തെ തണുപ്പിക്കാൻ കൂടിയുള്ളതാണ് സുപ്രഭാതത്തിൽ വന്ന ഒരു എഡിറ്റോറിയൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ അടക്കം നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് പരസ്യത്തിനെതിരെ സുപ്രഭാതത്തിനെതിരെ എല്ലാം രംഗത്ത് വന്നൊരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം PMA സലാമിന്റെ ഒരു പരാമർശം വന്നത് വലിയ വിവാദമുണ്ടാക്കിയതാണ്. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ, സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ആളുകൾ PMA സലാമിനെതിരെ തിരിയുകയും ലീഗിനോട് ഇടഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് PMA സലാം അതിനൊരു വിശദീകരണവുമായി രംഗത്ത്